സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി വേങ്ങരയിലോട്ട് പോവാണ്. ഇപ്പം നമ്മളിവിടെ പാണക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് രണ്ട് സുഹൃത്തുക്കൾ അതിൽ കയറ്റാണ്ട്. നമ്മൾ മരക്കാരാജും അസീസ് ഭായും ഇവരിവിടുന്ന് കയറ്റിയതിന് ശേഷമാണ് നമുക്ക് വേങ്ങരയിലേക്ക് യാത്ര തിരിക്കാൻ. ഞാനേ അസീസ് ഭായിനെ എടുക്കാൻ വേണ്ടി ഇതിൽ പോകുന്നതാണ്. അപ്പോഴാണ് നിങ്ങൾ എവിടെ എത്തിക്കണെന്ന് അറിയില്ലല്ലോ, അപ്പൊ ഒന്ന് വിളിച്ചതാ. ഞാനിന്നലെ നമ്മളെ കോട്ടുമല മുൻകൂറി ആകുമ്പോഴത്തെ പോകും. അതിന്റെ കോട്ടുമല എന്നോടാണ് ഒരു കുറിച്ചുണ്ട് പോകാൻ പറ്റില്ല. ഞാനൊരു ടൂറ് പോവാണ് വേറെ കുട്ടികളെ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി, എന്നിട്ട് അതിന് പരിവുണ്ടപ്പോ എല്ലാരും കൂടെ പോയില്ല. ഈ ഗ്ലാസ് താത്തനങ്ങ മോണിറ്റ് ചെയ്ത സാധനം എടുത്ത് കൊടുക്കണം. അതിന്റെ ഉള്ളിലുണ്ട് ഞാൻ ആദ്യരാ ഞാനത് അപ്പൊ പിന്നെ ഒരു സഹിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ പാണക്കാട്ടൊക്കെ എത്തിയെന്ന ഞാനിപ്പോ ചെന്നിട്ട് അരമണിക്കൂറുള്ളൂ അതിനുള്ളൂ. അപ്പൊ മരുവാനോടും പറഞ്ഞു ഇങ്ങനെ മരുവനെ അറിയുമോ വിദേശിയിൽ കുറച്ച് ഉണ്ടായിരിക്കും അങ്ങനെ വെച്ചിട്ടാ. മോനോട് പറഞ്ഞ വിദേശിയില് പിന്നെ കേരളത്തിന്റെ ആൾക്കാരാ. അപ്പൊ കൂടാക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ പോയിട്ട് എന്റെ മോനും പറഞ്ഞു ഇന്നിപ്പം എത്തണം. കാരണം ചങ്ങായിമാരൊക്കെ നമ്മളിപ്പോ വലിയച്ഛന കൊളക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ സുഹൃത്തിന്റെ മകന്റെ കല്യാണം നടക്കുന്നത്. സുഹൃത്തിന്റെ വീട് വേങ്ങര അച്ഛനമ്പലത്താണ്. EK മുഹമ്മദ് എന്നാണ് സുഹൃത്തിന്റെ പേര്. ഇവിടെ നമ്മൾ ഈ കല്യാണത്തിന് വരുന്നതോട് കൂടിയിട്ട് നമ്മളെ സൗദി അറേബ്യ ജീവിതത്തിൽ ഞങ്ങൾ ജോലി ചെയ്തിരുന്ന ഒനൈസ എന്ന സ്ഥലത്ത് ഉള്ള ഒരുപാട് പഴയ സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഏകദേശം കുറേ ആൾക്കാരെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. സൗകര്യപ്പെട്ടവരൊക്കെ വരും. അപ്പോൾ അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക, വിശേഷങ്ങൾ അറിയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പഴയ ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക കേട്ടോ. നമ്മളെ വണ്ടിയിലിപ്പോൾ ഉള്ളത് നമ്മളെ മരക്കാരാജുണ്ട്, അസീസ് ഭായ് ഉണ്ട് മലപ്പുറം, നമ്മളെ കൂട്ടിലങ്ങാടി ഹംസുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്.